ദുബായിലേക്ക് ആദ്യമായിട്ട് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളോടാണ്, നിങ്ങൾ ജോലി അന്വേഷിച്ച് വരുമ്പോൾ താമസിക്കാനായിട്ട് ബെഡ് സ്പേസ് അല്ലെങ്കിൽ ഷെയറിംഗ് അക്കോമഡേഷൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇജാരി അല്ലെങ്കിൽ വാടക കരാർ ഇല്ലാതെ ഷെയറിംഗ് അക്കോമഡേഷനിൽ താമസിക്കുന്നത് ദുബായിൽ ഇല്ലീഗലാണ്. കോ ഒക്യുപ്പന്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഫ്ളാറ്റുകൾ ഷെയറിംഗ് അക്കോമഡേഷൻ ആയിട്ട് റെന്റിന് കൊടുക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ഇത്തരം ഷെയർഡ് അക്കോമഡേഷനിൽ താമസിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ഓരോ ആളുകൾക്കും പ്രത്യേകം വാടക കരാർ വേണമെന്നുള്ളത് നിർബന്ധമാണ്. ദുബായിൽ ഈ നിയമം ഇത്രമാത്രം ശക്തമാക്കാനുള്ള പ്രധാന കാരണം ഈയിടെയായിട്ട് വർദ്ധിച്ചു വരുന്ന തീപിടുത്തങ്ങളാണ്. ഒരു ബിൽഡിംഗിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം ആളുകൾ താമസിക്കുകയും ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നത് മൂലമാണ് ഇത്തരം അപകടങ്ങളുടെ സാധ്യത കൂടുന്നത്. നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നിയമാനുസൃതമായി തന്നെ ഷെയറിംഗ് അക്കോമഡേഷൻസ് തിരഞ്ഞെടുക്കുക. അതായത് ഓരോ ബിൽഡിംഗിലും എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് അതോറിറ്റീസിന് കൃത്യമായൊരു ധാരണ ഉണ്ടാവുകയും ഇത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും.